പെരുമ്പിലാവ് ചന്തയിൽ നിന്ന് വരുന്നവയാണ്. റോഡ് സൈഡിൽ ഒരു ഇക്കാനെ കണ്ട് ഒരു പശുവിനെ പിടിച്ചിട്ടില്ല. അപ്പൊ ആ ഇക്കാന്റെ അനുഭവങ്ങളും പശുവിന് എത്ര റേറ്റ് കൊടുത്തു, എത്ര പാൽ കിട്ടുന്നതിലൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, വരും. ഇവിടെ കൊളത്തിയാലോ? ഇങ്ങനെ നിങ്ങളിപ്പോ എത്ര കൊല്ലായിപ്പോ ഈ പശു വളർത്തൽ? 3 കൊല്ലത്തിലേറെ. അതെ, ഇതിപ്പോ ഒന്ന് തന്നെ ഉള്ളൂ? ഒന്നും അതിന്റെ കുട്ടിയുള്ളൂ. ഇതിപ്പോ ഏതാ ഇത് വിഭാഗം? ഇതിപ്പോ എത്രാമത്തേത് വളർത്തിന്? മുന്നേ വേറെ ഉണ്ടായിരുന്നു? 4ാമത്തെ. അതൊക്കെ HF തന്നെ? അല്ല, ജേഴ്സി. ഇതിപ്പോ എന്താ കുട്ടിയുണ്ട് അതിന്? കുട്ടി. പാലെന്താ? പാല് എങ്ങനെ? പാല് 12 ലിറ്റർ. 2 നേരം പാടെ. സ്ഥലം എവിടെ? ഇവിടെ തന്നെ? പിന്നെ ഇങ്ങോട്ട് ഇതാക്കാൻ കൊടുന്നല്ലേ? മേയ്ക്കാൻ കൊടുന്നല്ലേ? അവിടെയൊക്കെ കാട് വെട്ടിയവിടെ. നിങ്ങളെ പേരെന്തേനി? HF. ഇപ്പൊ ഇത് വാങ്ങിട്ട് ഇപ്പൊ എത്ര കൊല്ലായി? ഇത് വാങ്ങിട്ട് ഇപ്പൊ 1 കൊല്ലമാണുള്ളൂ. ഏപ്രിൽ മാസത്തില് എവിടുന്ന് വാങ്ങി? മുമ്പുണ്ടായിരുന്നു. ചന്തീന്ന് വാങ്ങി? ഞാൻ പാലക്കാട് പോയി. കോയൽമന്തോ? കോയൽമന്തം അല്ല, ഫാമിന്ന് എടുത്ത? ഒരു കൊല്ലല്ലേ? ഇപ്പൊ ശനുണ്ടോ അതോ എങ്ങനെ? ശനല്ല, അപ്പൊ അന്നേരം ഞാൻ നെല്ലോളിണ്ടായിരുന്നു. ഞായറാഴ്ചയായിരുന്നു. അപ്പൊ അന്നേ പരിപാടി ഉണ്ടാവുകൊണ്ടേ അന്ന് കുത്തി വെച്ചില്ല. അടുത്തതിന് കുത്തിയപ്പോൾ എവിടുന്ന് കുത്തിയ ഡോക്ടർ വരും? ഡോക്ടർ. ഈ HF-ന്റെ ആവുമ്പോ കുറച്ച് നല്ല ഇതുണ്ടാവില്ലേ? നല്ല കാര്യങ്ങളൊക്കെ. കട്ടിയമ്മി. മുമ്പ് ജേഴ്സി ഉണ്ടായിരുന്നു. അത് പാല് നല്ല കട്ടി. അത് ഇത്ര ലിറ്റർ കിട്ടുമോ? അല്ല, അതിന്റെ മുല വീക്കത്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കി. നല്ല പശു. ജേഴ്സി ഇതുവരെ ഇതിന്റെ മുന്നേ എടുത്തൊക്കെ ജേഴ്സി ആയിരുന്നു. 2-3 വട്ടല്ലേ? ഞാൻ ചട്ടിപ്പറമ്പ് ചന്തീന്നാണ് ആദ്യമായിട്ട് വാങ്ങിയത്. 4 കൊല്ലം മുമ്പ്. അതിന്റെ മുന്നേ എന്തായിരുന്നു പരിപാടി? അതെ, എനിക്ക് ഇപ്പോഴും റേഷൻ കട. റേഷൻ കട എവിടെ? ഇവിടെ തന്നെ ഇവിടെ കൊളുത്തിയാണല്ലേ? അപ്പൊ അത് കഴിഞ്ഞിട്ട് അതിന്റെ അടിയിൽ കൂടെ ഞാൻ രാവിലെ കൊണ്ടുപോയി വളപ്പിൽ കൊണ്ടുപോയി കെട്ടും. അല്ലെങ്കിൽ ഇവിടെ എവിടെ സമയമില്ലാത്തുമ്പോ ഉച്ചക്ക് ഒഴിവിൽ ഇവിടെ കത്തി. പിന്നെ റേഷൻ കടയിലേക്ക് പോകും 4:30 മണിക്ക് കറന്നാ പിന്നെ തൊട്ടിലാക്കിയ പിന്നെ വൈകുന്നേരം പുല്ലിട്ട് കൊടുക്കും. പുല്ലിട്ട് അത് രാവിലെ ആയി. ഇപ്പൊ 9 മണിയാക്കി. 9 മണിക്ക് ശേഷമാണ് റേഷൻ കടയിൽ പോകും. റേഷൻ കട 9 മണി. അപ്പൊ അങ്ങനെ ഇതിപ്പോ 4 കൊല്ലായി. അതായത് കൊറേ മുന്നേ തന്നെ റേഷൻ കട. ഞങ്ങള് തറവാട്ടിലെ പശുക്കൾക്ക് ഒന്നുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഞാൻ ഒന്നിനെ ഞങ്ങളെ വീട്ടുകാർക്ക് ചെലവിനും വേണം. അവള് പോവാൻ നോക്ക. കരിക്ക് 2:30 മണിയായ പോവും. വില കുറവാ. ഒന്ന് വളരെ കുറവാ. പുല്ലൊക്കെ കമ്മിയാണെന്നൊക്കെ പറഞ്ഞിട്ടേ വില കമ്മിയാണ്. ഞാൻ കൊടുക്കില്ല. കൊടുത്തന്നെ പ്രശ്നം. രാത്രി കൊടുത്തു. ആ കുട്ടിയപ്പ ഉള്ളത് തീറ്റ കിട്ടും. അതിന് തീറ്റ കളി. HF-ന്റെ പൈക്കുട്ടി ആവുമ്പോ അതിന് ഇതുണ്ടല്ലേ? മാർക്കറ്റ് ഉണ്ടല്ലേ? ഇത് എടുത്തപ്പോ എത്ര? 70 അല്ലേ? HF-ന് നല്ല വില ഉണ്ടല്ലേ? നല്ല വില ഉണ്ടല്ലേ? അവിടെ കല്ലുണ്ട്. അവിടെ കണ്ടാലേ നല്ല പാലുണ്ടാവും. ഓല പറഞ്ഞ അത്ര പാലാണ്. അതിപ്പോ എന്തായാലും അങ്ങനെ തീറ്റൊക്കെ നിങ്ങൾ കൊടുക്കല്? ഞങ്ങള് മറ്റേ സൊസൈറ്റിയില് ആ ഗോമതിയാ. ആ ഗോമതി ഒരു ചാക്കിന്റെ വിലക്ക് 2 ചാക്ക്. വേറെ പിന്നെ അതന്നെ കൊടുക്കല്ലോ. വേറൊന്നും ഇതില്ല. ആ തീറ്റ പിന്നെ പുല്ലും കൈക്കോല് ഇപ്പൊ കൊടുക്കല്ലോ. ഈ തീറ്റ രാവിലെയും വൈകുന്നേരം അങ്ങനെ കൊടുക്കും? 2 നേരം. ബാക്കി തന്നെ പച്ചപ്പുല്ല് മാത്രം. പിന്നെ വെള്ളത്തിൽ എന്തെങ്കിലും കലക്കി കൊടുക്കും?
ഇതൊന്നും ഇങ്ങനെ മേഞ്ഞ പശു അല്ല, ഞാൻ കൊടുന്ന് ശീലാക്കിയാണ്. അവിടെ ഫാമിൽ അടക്കണേന്നല്ലേ? അവിടെ മെഷീനിൽ ഇങ്ങനെ കറക്കുക. ഇപ്പൊ ഇങ്ങനെ കൊടുന്നാലും ഉഷാറായിട്ടുണ്ട്. ഇതിങ്ങനെ ഒരു രസാണല്ലേ ഈ ഒരു. പിന്നെ രണ്ട് പോത്തുണ്ടായിരുന്നു, ഞാൻ വിറ്റു. പിന്നെ വെറുതെ ഇങ്ങനെ ഉച്ചക്ക് കിടന്നുറങ്ങിയിട്ട് കാര്യമില്ല. രണ്ട് പോത്തുണ്ടായിരുന്നു, ഞാൻ അതിനെങ്ങനെ കൊണ്ടടക്കുമ്പോ നമുക്കൊരു രസമാണ്. ഫാമിൽ നിന്ന് വാങ്ങിയതായിരുന്നു. കിട്ടൂല, ഇന്നെങ്ങനെ വിറ്റതാണ്. പിന്നെ ആരെയൊക്കെ നോക്കാൻ വേണം. എന്നിട്ട് പെരക്കാര് നോക്കോ അതോ നിങ്ങള്? വെള്ളം കാട്ടിലും വൈകുന്നേരത്ത് 7 മണിക്ക് വരുമല്ലോ. പിന്നെ വേറെ എവിടെ നിങ്ങൾ കട്ടല്? വേറെ ഞങ്ങക്ക് വലിക്കുന്നവർക്കൊക്കെ പല തൊഴിലുറപ്പ് ഒരു കാട് വെട്ടിയുണ്ട്. കട്ടാത്തലല്ല, ഇപ്പൊ അവിടെയല്ല ഈ പുല്ല് കത്തിച്ചാളും. ഞാൻ അത്യാവശ്യം പുല്ലുണ്ട് അല്ലേ? റോഡ് സൈഡ് നല്ല പുല്ലുണ്ട്. ആരും ഇപ്പൊ പഴയ മാറി ആരും ആക്കാത്തുണ്ട്. മറ്റേ അധികം കണ്ടില്ലല്ലേ? പിന്നെ വേറെന്താ അങ്ങനെ പോകണ്ടേ? കുഴപ്പമില്ല. പാണ്ടിക്കാട് കാളങ്കാവ്. നമ്മൾ എന്തടിച്ചു നോക്കിയാലോ കിട്ടുക? അത് നിങ്ങളെ നമ്പർ ഞാൻ വാങ്ങാം. ഇടയ്ക്കൂടാ നമ്പർ എങ്ങനെ വാങ്ങുന്നത്? ഞങ്ങളെ നമ്പർ വാങ്ങാം. ഞാൻ പാണ്ടിക്കാട്. യൂട്യൂബിലാണ്. ഞാനിപ്പോ ഇവിടുന്ന് വരിക, പെരുമ്പിലാവ് ചന്തീന്ന്. അപ്പൊ അവിടെ കൊറേ പയ്യന്റെ ഇതിന് ലൈവും വീഡിയോ ഒക്കെ എടുക്കലുണ്ട്. അപ്പൊ ഞങ്ങളെ കണ്ടപ്പോ ഇതില് പോയപ്പോ ഇങ്ങനെ ഇപ്പൊ നമ്മളെ ഇസ്മായിലിക്ക റേഷൻ കടയിൽ നിൽക്കുന്നതിന്റെ പകുതി സമയമാണ് ഈ കന്ന് വളർത്തണ, പശു വളർത്തണ ഒരു ക്ഷീരകർഷകനായിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു താല്പര്യവും ഇഷ്ടവും കൊണ്ടാണ് ഈ മേഖലയിലേക്ക് അദ്ദേഹം വന്നിട്ടുള്ളതെന്നാണ് നമ്മൾ പറഞ്ഞത്. ഇതൊരു ഫീലാണ്, ഇതൊരു ഫീൽ ഗുഡാണ്. ഇങ്ങനെ വളർത്തുന്നതും അതിനെ പരിപാലിക്കുന്നതും ഒഴിവ് സമയങ്ങളിൽ അതിനെ കൊണ്ടു നടക്കുന്നതൊക്കെ കിട്ടുന്നൊരു സന്തോഷം വേറെ തന്നെയാണെന്ന് ഇസ്മായിൽക്ക് പറയുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആരെങ്കിലും വളർത്തുന്ന ആളുകൾ ഉണ്ടെങ്കിൽ അവരുടെ വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ എല്ലാവരും എൻ്റെ നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. ഞാൻ വീഡിയോ ചെയ്യുന്നതായിരിക്കും. നമ്മൾ സ്റ്റാർട്ടിങ് ആണ്, അതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. അതൊക്കെ പരിഹരിച്ച് നിങ്ങൾ ആർക്കെങ്കിലും വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യാം. അതുപോലെ ഇതുപോലെ എക്സ്പീരിയൻസുകൾ ഇനിയും വരുന്നതായിരിക്കും. നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ഇക്കാന്റെ അനുഭവങ്ങൾ കമന്റ് അടിക്കുക. നിങ്ങൾ ഇക്ക 3 വർഷമായിട്ടുള്ളൂ. 3 വർഷത്തില് ഞങ്ങളെ നമ്പർക്ക് വിടാം കേട്ടോ. എന്നായിക്കോട്ടെ.